അങ്ങനെ 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 പണ്ട് നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പിന്തുടർന്ന് സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഒരുപാട് പീഡനങ്ങൾ, ലൈംഗികപരമായിട്ടുള്ള പീഡനങ്ങൾ, അല്ലാത്ത തരത്തിലുള്ള മറ്റുള്ള തരത്തിലുള്ള തൊഴിൽ സ്ഥലത്തെ പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഏകദേശം ഒരു 4 വർഷം മുമ്പ് നമ്മുടെ സ്ത്രീകളെ സംരക്ഷിക്കാൻ ചുമതലയുള്ള ഗവൺമെൻറ് ഒരു കമ്മിറ്റി രൂപപ്പെടുന്നു. അതിൻ്റെ പേരാണ് ഹേമ കമ്മിറ്റി. എത്ര 1 കോടി രൂപ ചെലവഴിച്ച് ഇങ്ങനെ ഒരു കമ്മിറ്റീനെ അവിടെ സംഭവം സെറ്റ് ചെയ്തു. അവരന്വേഷിച്ചു, റിപ്പോർട്ട് വന്നു, റിപ്പോർട്ട് കൊണ്ട് സർക്കാരിന് സമർപ്പിച്ചു. ഇതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത WCC ചോദിച്ചിട്ട് പോലും ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അവർ കൊടുക്കാൻ തയ്യാറായില്ല. കാരണം എന്താണ്? കാരണം വളരെ സിമ്പിളാണ്. ഉന്നതന്മാരായിട്ടുള്ള താരരാജാക്കന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട്. സമൂഹത്തിൽ ഉന്നതിയുള്ള, നിലയുള്ള ഫാൻ ബേസുള്ള ഒത്തിരി പേരുണ്ട്. അതിലിപ്പം ആൾക്കാർ മനസ്സിലാക്കിയുള്ളൊരു പേരുണ്ടായിരിക്കും. അതെൻ്റെ പേരാണെന്ന് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതെല്ലാവരും ഇതിങ്ങനെ ഒരു കേസ് വരുമ്പോൾ എല്ലാവരും മനസ്സിലൊരു പേര് കാണും, ഒരു പ്രത്യേക പേര്, അതൊരു സ്പെഷ്യൽ പേര്. ഈ ഫാൻ ബേസിൻ്റെ കാര്യം കൂടി എടുത്തു പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കൂതറ ഫാൻസ് ഉള്ളത് ആർക്കാണെന്ന് കൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് ആൻസർ കിട്ടും. അങ്ങനെ പേരുള്ളവരുണ്ട്, അവരുടെ പേര് വിവരങ്ങൾ പുറത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ റിപ്പോർട്ട് വന്നു. റിപ്പോർട്ടിൽ പറയുന്ന ഇതാണ്. കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെന്താ, എല്ലാവർക്കും ഓരോ കോഡ് പേരുണ്ട് സഹകരിക്കാൻ തയ്യാറായവർക്ക്. പിന്നെ ലഹരി ഉപയോഗമുണ്ട്. അങ്ങനെ ഒരുപാട് കേസ് കെട്ടുണ്ട്. അത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതലുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ അവസ്ഥയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തി ഒരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ രഹസ്യം, അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇത് പറഞ്ഞവരോടൊപ്പം ഈ മണ്ണിൽ അലിഞ്ഞില്ലാതായി പോകും. കാരണം ഇതിനകത്ത് ഇപ്പോൾ ആരുടെ പേരിലാണോ ഈ ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ആരുടെ പേരിലാണോ ഇവർ പരാതി ഉള്ളത്, അവരെ ഒന്നും ഒരു നടപടി എടുക്കാൻ പോകുന്നില്ല. കാരണം അവർ നക്ഷത്രങ്ങളാണ്. ഏത് ചില നക്ഷത്രങ്ങളാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും അവർ നക്ഷത്രങ്ങളാണ്. കേരള ജനതയ്ക്ക് ഗവൺമെൻറ്റിന് അവരെ പേടിയാണ്, സിസ്റ്റത്തിന് പേടിയാണ്. അവർക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും, മൊത്തം നശിപ്പിച്ചാണെങ്കിൽ പിടിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പേര് പറയാൻ പറ്റത്തില്ല. പേര് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് തന്നെ നടപടി എടുക്കാനും പറ്റത്തില്ല. ഇനി ആരാണ് ലഹരി മാഫിയ, ആരാണ് ഗുണ്ടാ മാഫിയ, ഇതെല്ലാം ഈ റിപ്പോർട്ടിലുണ്ട്. അവർക്കൊരു നടപടി എടുക്കാൻ പറ്റത്തില്ല. നടപടി എടുത്താൽ പേര് പുറത്തു വരും. പിന്നെ എന്നാ ഊമ്പാനാണ് ഈ റിപ്പോർട്ട്, അത് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എങ്ങനെയുണ്ട് ഈ പരിപാടി? ഇതാരെ ബോധിപ്പിക്കാൻ വേണ്ടി, ആരെ പറ്റിക്കാൻ വേണ്ടി, എന്തിനു വേണ്ടി ഉണ്ടാക്കിയ പരിപാടിയാണോ കാര്യം എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ഇതിനിടയ്ക്ക് ഏറ്റവും വിചിത്രമായിട്ടൊരു കാര്യം ഈ ഹേമ കമ്മിറ്റി മുമ്പോട്ട് വെച്ചിരിക്കുന്നതാണ്. തുല്യവേതനം വേണം, സംവരണം വേണം സിനിമയിൽ സ്ത്രീകൾക്ക്. അതായത് നിർബന്ധമായിട്ടും ഒരു സിനിമയിൽ ഒരു സ്ത്രീ എന്നുള്ള കാര്യം മസ്റ്റാണ്. അവർക്ക് അവസരങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ, അല്ലാതെ സിനിമ ഉണ്ടാകേണ്ട. അപ്പം ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് ഇവരുടെ ആവശ്യങ്ങൾ ഇതാണ്. ഇതെന്തൊരു ബുൾഷിറ്റാണ്. ഇതിനൊരു എക്സ്പ്ലനേഷൻ ആർക്കും പറയാൻ പറ്റുമോ? എനിക്കിത് മനസ്സിലാകുന്നില്ല. ഇതെന്ത് കേസ് കേട്ടോ ഇത്? സിനിമയിൽ സ്ത്രീകൾക്ക് തൊഴിൽ സ്ഥലത്ത് സംവരണം വേണമെന്നൊക്കെ പറഞ്ഞ് ഇതെന്താ വല്ല ഗവൺമെൻറ് ഓർഗനൈസേഷനാണോ? ഇനി ജാതിപരമായിട്ടുള്ള സംവരണം വേണോ സിനിമയിൽ? ജാതിപരമായിട്ടുള്ള, മതപരമായിട്ടുള്ള, പിന്നോക്ക ജാതിക്കുള്ള സംവരണം, അങ്ങനത്തെ സംവരണങ്ങൾ, സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന, അങ്ങനെ കൊടുക്കാൻ വേണ്ടി സിനിമ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനോ ഗവൺമെൻറ്റിൻ്റെ അധീനതയുള്ള ഒരു കമ്പനിയോ വല്ലതും ആണോ? പൊതുമേഖലാ സ്ഥാപനമാണോ? അതോ പ്രൈവറ്റ് സെക്ടറിലുള്ള ബിസിനസ് സ്ഥാപനമാണോ സിനിമ എന്നുള്ളത്? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സിനിമ എന്ന് പറയുന്നത് സുഹൃത്തെ ഒരു വ്യവസായമാണ്, ഒരു ആർട്ടാണ്. അതിന് ആർട്ട് എന്നുള്ള നിലയിൽ കാണാനാണ് എനിക്കിഷ്ടം. ഇവിടെ ആർട്ട് വാല്യുള്ള സിനിമകൾ വളരെ കുറവായിട്ടാണ് വരുന്നതെങ്കിൽ പോലും സിനിമ ഒരു ആർട്ടാണ്. അങ്ങനെയാണെങ്കിൽ എഴുത്തുകാർക്ക് എന്ത് ചെയ്യണം? എഴുത്തുകാരികൾക്ക് സംവരണം വേണം. അതാണല്ലോ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ആർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു സാധനം. സിനിമയും ഒരു തരത്തിലൊരു ആർട്ടാണ്. എഴുത്തുകാരികൾക്ക് സംവരണം, കവിയത്രികൾക്ക് സംവരണം, ചിത്രകാരികൾക്ക് സംവരണം, ഇതൊക്കെ എന്ത് നോൺസെൻസ് ആണ് പറയുന്നത്? ഈ റിപ്പോർട്ട് പ്രകാരം ഉണ്ടായിരിക്കുന്ന കേസുകെട്ടിൽ ഒരാളുടെയും ഈ പറയുന്ന ആൾക്കാർക്കെതിരെ നടപടി എടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അത് സംവരണമാണോ നിങ്ങൾക്ക് വേണ്ടത്? തുല്യത എന്ന് പറയുമ്പോൾ സംവരണം ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇതെന്തിനും ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചെന്നുള്ള കാര്യം ആർക്കും അറിയില്ല, ആർക്കും മനസ്സിലാകുന്നില്ല. ആരാണ്ടൊക്കെ ചെയ്തു, അതുകൊണ്ട് പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എന്താണെന്ന് പോലും പുറത്ത് പറയാൻ പറ്റത്തില്ല. ആരാണ് ചെയ്തെന്നും പറയാൻ പറ്റത്തില്ല, ആരാണ് ഇരകളെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ പ്രശ്നമുണ്ട്. സീംസ് ഇൻട്രസ്റ്റിംഗ്. അത് കൊള്ളാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി ആൾക്കാരെ പൊട്ടന്മാരാക്കുക എന്നുള്ള കാര്യമായതുകൊണ്ട് ശരി, ഞങ്ങൾ പൊട്ടന്മാരായിരിക്കുന്നു, അത് സമ്മതിച്ചേക്കാം അല്ലേ? പരിപാടി ഏറ്റു. പക്ഷെ ഒരു കാര്യമില്ല, ഒന്നും നടക്കില്ല. അമ്മ സിദ്ദിഖൊക്കെ ഭയങ്കര പ്രശ്നക്കാരനാണ്, ഭയങ്കര സംഭവമൊക്കെയാണ്, വലിയ ഡയലോഗ് അടിക്കുന്ന ആളാണ്. പുള്ളിക്കൊന്നും പറയാനില്ല, പുള്ളിക്കറിയത്തില്ല, പുള്ളി പഠിക്കണം ഇതിനെക്കുറിച്ച്. ഈ സിനിമയ്ക്കകത്തുള്ളൊരു കാര്യമാണ്. ഇത്രയും കാലമായിട്ട് പുള്ളി ഇത് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇരുന്ന ഭാരവാഹികൾ ആരും ഇത് പഠിച്ചിട്ടില്ല. ഇപ്പോൾ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇവരിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. സിനിമയ്ക്ക് അകത്തുള്ളൊരു കാര്യമാണ് എങ്കിൽ പോലും അതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ ഷൈൻ ടോച്ചൊക്കെ പോലുള്ള മാനസിക രോഗികളായിട്ടുള്ള ആൾക്കാർ പറയുന്നു അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരടി കൊടുത്താൽ പോരെ, അതോടെ തീരുകയല്ലേ എന്നൊക്കെ. അങ്ങനെ തീരുമോ? സിനിമ എന്ന് പറയുന്നത് പുരുഷന്മാർ ചെയ്യുന്ന പോലെ തന്നെ ഒരു ജോലിയാണ്. അത് സ്ത്രീകൾക്ക് വേണമെങ്കിലും ചെയ്യാം. സ്ത്രീകൾ അതിനുവേണ്ടി നക്കിടന്ന് കൊടുക്കേണ്ടി വരുന്നു, കിടക്ക പങ്കിടേണ്ടി വരുന്നു. അതായത് അവസരം ഉപയോഗിക്കാൻ വേണ്ടി. കാരണം സിനിമ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണ്ടാത്ത, അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ കാശുണ്ടാക്കാനും സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ വില ഉണ്ടാക്കാനും പറ്റി ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗമാണ്
അതുകൊണ്ട് അത് പുരുഷന്മാർക്ക് പറ്റുമെങ്കിൽ സ്ത്രീകൾക്കും പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. അതിനുവേണ്ടി കിടക്ക വാങ്ങിടേണ്ട കാര്യം സ്ത്രീകൾ ചെയ്യേണ്ടതുണ്ടോ? എന്തായാലും പരിപാടി പൊട്ടി, റിപ്പോർട്ട് പാളി, ഒരു കാര്യമില്ല. കുറേ പൈസ ചിലവാക്കി, ഇതിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കാനില്ല. നേരത്തെ നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായി, ആ കേസ് ഇതുവരെ തീർന്നിട്ടില്ല. അത് തീരാത്ത പോലെ ഇതും തീരത്തില്ല. ഇനി ഒരു സംഭവം ഉണ്ടായാലും ഇത് അവസാനിക്കത്തുമില്ല. അതാണ് ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. അല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും സംഭവിക്കാൻ പോകുന്നില്ല. ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഇനിയും സംഭവിക്കത്തില്ല, ഒരിക്കലും സംഭവിക്കത്തില്ല. സോ ദാറ്റ്സ് ഇറ്റ്. പത്രക്കാർക്ക് കുറച്ച് നാളത്തേക്ക് ട്രെൻഡാനുള്ള കാര്യമായി, അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇതുകൊണ്ട് ഇല്ല. ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ട വേറൊരു കാര്യമുണ്ട്. പണ്ട് ഏതോ കോളേജിൽ ഉദ്ഘാടനത്തിന് വന്നിട്ട് നടിയുടെ ദേഹത്തൊരു ചെറുക്കൻ ഇങ്ങനെ മുട്ടിയപ്പം അറിയാതെ മുട്ടിയപ്പോൾ യോ 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 എന്നൊക്കെ പറഞ്ഞ് പോയൊരു സംഭവമുണ്ട്. അപ്പം അത്രയും സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർ നിലനിൽക്കുന്ന മലയാള സിനിമയിലാണല്ലോ ഇങ്ങനെ അവസ്ഥ ഉണ്ടായത് എന്നുള്ളത് പരിതാപകരമാണ്. ഇവിടുത്തെ കാര്യം ഇങ്ങനെയൊക്കെ, പിന്നെ എന്താ ചെയ്യാനാണ്?